മൽചന്തേരിയാണ് സാരിയുടെ ഫാബ്രിക് പറയുകയാണെങ്കിൽ. അതിൽ ഫുൾ ബോഡി കാന്ത വർക്കിലാണ് വന്നിരിക്കുന്ന സാരി. ഒരു സ്കാറ്റേർഡ് ഫോമിൽ സ്വീഗൻസ് വർക്ക് വന്നിട്ടുണ്ട്. നല്ല പാറ്റേണിൽ സിക്സ് ആക്ക് പാറ്റേണിലാണ് സാരിയിൽ ആ ഒരു ഡിസൈൻസ് വന്നിട്ട് അതിനെ ഹൈലൈറ്റ് ചെയ്യുന്നത് കാന്ത സ്റ്റിച്ച് വെച്ചിട്ടായിരിക്കും. ഇതാണ് സാരിയുടെ ഒരു ലുക്ക് വരിക. കളർ പറയുകയാണെങ്കിൽ മൾട്ടി കളറാണ്. ഒരു നല്ലൊരു സീ ഗ്രീൻ, ചില്ലി റെഡ്, ഒരു മിഡ് നൈറ്റ് ബ്ലൂ, ആ ഒരു കോമ്പിനേഷനിലാണ് സാരിയിൽ ആ ഒരു ഡിസൈൻസ് വരുന്നത്. അതിലൊരു ബേജ് ടോണിലുള്ള ത്രെഡ് വെച്ചിട്ടാണ് കാന്ത വർക്ക് വരുന്ന സാരി. വളരെ ഒതുങ്ങിയിരിക്കുന്ന ഫാബ്രിക്കാണ്. സോഫ്റ്റ് മൽചന്തേരിയാണ് സാരിയുടെ ഫാബ്രിക് പറയുകയാണെങ്കിൽ. ഇതാണ് സാരിയുടെ ഒരു ലുക്ക് ഇങ്ങനെ വരും. നമ്മൾ ഡ്രേപ്പ് ചെയ്യുമ്പോഴും ഫുൾ ഈ ഒരു പാറ്റേണിലാണ്. അപ്പർ പോർഷൻ വരുന്നത് സിക്സ് ആഗിലാണ്. സിക്സ് ആഗിൽ ആ ഒരു കാന്ത വർക്ക് വന്നിട്ട് അത് കഴിഞ്ഞുള്ള പോർഷൻ വരുന്നത് ഫ്ലോറൽ ഡിസൈൻസിലായിരിക്കും. അതും കാന്ത സ്റ്റിച്ച് തന്നെ വരുന്നത്. എഗെയിൻ അതേ ആ ഒരു സിക്സ് ആഗ് പാറ്റേൺ ആയിരിക്കും സെന്റർ പോർഷൻ വരിക. വീണ്ടും സെയിം സ്റ്റൈലിൽ തന്നെ ആയിരിക്കും ലോവർ ഏരിയ വരുന്നത്. ഇതാണ് ഒരു വർക്കിന്റെ ഡീറ്റെയിലിംഗ് ഇങ്ങനെ വരും. ആ ഒരു സിക്സ് ആഗ് പാറ്റേണിൽ കാന്ത വർക്ക് വന്നിട്ട് അതിലൊരു വാട്ടർ ഗോൾഡ് സ്വീഗൻസ് വർക്കും വരുന്നുണ്ട് സാരിയിൽ. ഫുൾ കാന്ത സ്റ്റിച്ചിലാണ് വരുന്നത്. ബോർഡറും സെയിം സ്റ്റൈലിൽ തന്നെ. ബോർഡറിൽ വരുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും കാന്ത വർക്ക് വരുന്നത്. നല്ലൊരു സീ ഗ്രീൻ, ചില്ലി റെഡ്, മിഡ് നൈറ്റ് ബ്ലൂ, ആ ഒരു കോമ്പിനേഷനിലാണ് സാരി വരുന്നത്. പ്ലീറ്റ്സിന്റെ പോർഷനെല്ലാം സെയിം ലുക്കിൽ തന്നെ വരിക. മുന്താണിയും കാന്ത വർക്കിൽ തന്നെയാണ് സാരിയുടെ പല്ലു വരുന്നത്. ഇതായിരിക്കും വരുന്നത്. ഇത് റണ്ണിങ് ബ്ലൗസ് വരുന്നുണ്ട് സാരിക്ക്. ഇതിന്റെ കൂടെ വരുന്ന ബ്ലൗസ് പ്ലെയിൻ വന്നിട്ട് അതിലൊരു കാന്ത വർക്ക് ആയിരിക്കും വരുന്നത്. ഇതിലും ഒരു വാട്ടർ ഗോൾഡ് സ്വീഗൻസ് വർക്കും വരുന്നുണ്ട്, കാന്ത സ്റ്റിച്ചും വരുന്നുണ്ട് മുന്താണിയിൽ വരുമ്പോൾ. സെയിം ഫാബ്രിക് ആൻഡ് സെയിം പാറ്റേൺ തന്നെയാണ്. ആ ഒരു കളർ പാലറ്റ് മാറിയിട്ടുണ്ട്. ഇതിൽ വരുമ്പോൾ ചില്ലി റെഡും നല്ലൊരു ഗ്രേയും കൂടെയാണ്. പെൻസിൽ ഗ്രേ ആൻഡ് ചില്ലി റെഡിലാണ്. മിഡ് നൈറ്റ് ബ്ലൂ, ചില്ലി റെഡ് ആൻഡ് ഗ്രേ, ആ ഒരു കോമ്പിനേഷനിലാണ് വരുന്നത്. എല്ലാ സാരിക്കും കോമൺ ആയിട്ട് ചില്ലി റെഡിലെ ബ്ലൗസ് ആപ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതായിരിക്കും സാരിയുടെ പാറ്റേൺ. ഫുൾ അതേ സ്റ്റൈലിൽ തന്നെ ആയിരിക്കും. ഫുൾ കാന്ത സ്റ്റിച്ച്, സ്വീഗൻസ് വർക്ക്, മുന്താണി, ബ്ലൗസ്. നെക്സ്റ്റ് കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ മിഡ് നൈറ്റ് ബ്ലൂ, ചില്ലി റെഡ് ആൻഡ് ബേജ് ആണ് സാരിയുടെ കോമ്പിനേഷൻ. ഒരു ചിക്കും ബേജും കൂടി ബ്ലെൻഡഡ് ആണ് സാരിയുടെ ആ ഒരു മിഡിൽ പോർഷൻ വരുന്നത്. സെയിം സ്റ്റൈൽ കാന്ത വർക്ക്, ഫ്ലോറൽ ഡിസൈൻസ്. ഫുൾ സാരി അതേ ആ ഒരു സ്വീഗൻസ് വർക്കും വരുന്നുണ്ട്, കാന്ത സ്റ്റിച്ചിലാണ് വരുന്നത്. നല്ല സ്റ്റൈലിഷ് ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന ഒരു വർക്ക് വെയർ സാരിയാണ് കേട്ടോ. ഫാബ്രിക് വൈസ് ആണെങ്കിലും മൽചന്തേരി ആയതുകൊണ്ട് വളരെ കംഫർട്ടാണ്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ് സാരിയുടെ മെറ്റീരിയൽ വരുന്നത്. ബ്ലൗസ് വരുന്നത് സെയിം സ്റ്റൈലിൽ തന്നെ. അടുത്ത കളർ സേജ് ഗ്രീൻ ആണ് സാരി വന്നിരിക്കുന്നത്. സെയിം അതേ കോമ്പിനേഷനും എല്ലാം സെയിം തന്നെയാണ് വരുന്നത്. മിഡ് നൈറ്റ് ബ്ലൂ ആൻഡ് ചില്ലി റെഡിൽ തന്നെ ആയിരിക്കും വരുന്നത്. ഫുൾ സെയിം സ്റ്റൈൽ കാന്ത വർക്കിൽ തന്നെ ആയിരിക്കും. സിക്സ് ആഗ് പാറ്റേൺ, മുന്താണി വിത്ത് ബ്ലൗസ്. മൽചന്തേരി തന്നെ ഫാബ്രിക് വന്നിരിക്കുന്നത്. കളർ കോമ്പിനേഷനും ഡിസൈനും മാറിയിട്ടുണ്ട്. നേവി ബ്ലൂ ആണ് സാരിയുടെ ബേസ് വരുന്നത്. നേവി ബ്ലൂയിലും നല്ല പാറ്റേണിൽ ഒരു ഫ്ലോറൽ പേസ്ലി മോട്ടീവ്സിന്റെ ആ ഒരു മോട്ടീവ്സ് വന്നിട്ട് അതിനെ ഹൈലൈറ്റ് ചെയ്യുന്നത് കാന്ത വർക്ക് വെച്ചിട്ടായിരിക്കും. ഇതായിരിക്കും ഒരു വർക്കിന്റെയും ഡിസൈൻ്റെയും ഡീറ്റെയിലിംഗ് ഇങ്ങനെ വരും. പേസ്ട്രി ഡിസൈൻസിൽ ഒരു വാട്ടർ ഗോൾഡ് സ്വീഗൻസ് വർക്ക് ആൻഡ് കാന്ത വർക്കിലായിരിക്കും ഡിസൈൻസ് ഹൈലൈറ്റ് ചെയ്യുക. ബോർഡർ വരുന്നതും അതേ പാറ്റേൺ തന്നെ കാന്ത വർക്കിൽ തന്നെ ആയിരിക്കും സാരിയുടെ ബോർഡർ വരുന്നത്. മുന്താണി ഫുൾ കാന്ത സ്റ്റിച്ചിൽ തന്നെ സാരിയുടെ പല്ലു. ആ ഒരു ഡിസൈൻസ് വരുമ്പോൾ ഇൻഡിഗോ ബ്ലൂ ആ ഒരു കോമ്പിനേഷനിലാണ് ഡിസൈൻ വരുന്നത്. സാരിയുടെ ബേസ് വരുന്നത് നേവി ബ്ലൂ. ബ്ലൗസ്. നെക്സ്റ്റ് സാരി ഫാബ്രിക്കും പാറ്റേൺ എല്ലാം എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഇത് വരുന്നത് നല്ലൊരു ബോഡി ഹഗ്ഗിങ് ആയിട്ട് വരുന്നത് സോഫ്റ്റ് ക്രേപ്പ് ജോർജറ്റും ക്രേപ്പ് ഷിഫോണും കൂടി ബ്ലെൻഡഡ് ആയിട്ട് വരുന്ന നല്ലൊരു ഫോളിൽ കിടക്കുന്ന ടൈപ്പിൽ വരുന്ന ഒരു ഫാബ്രിക്കിലാണ് സാരി വന്നിരിക്കുന്നത്. അതും നല്ലൊരു ജോമെട്രിക്കൽ ഡിസൈൻസും ഫിഗർ മോട്ടീവ്സും ഫ്ലോറൽ ഡിസൈൻസ് എല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള പാറ്റേണിലാണ് ഫുൾ സാരിയിലും വരുന്നത്. കളർ പാലറ്റ് പറയുകയാണെങ്കിൽ നല്ലൊരു ബ്ലൂ ആണ്. സാരിയുടെ ആ ഒരു പ്രോമിനൻസി കൂടുതൽ ഒരു ഐസ് ബ്ലൂ ആണ്. പ്രോമിനൻസി കൂടുതൽ ഐസ് ബ്ലൂ ആണ്. പക്ഷേ മൾട്ടി കളറിലാണ് സാരിയിൽ ആ ഒരു ഡിസൈൻസ് വരുന്നത്. നമുക്ക് ഹാൻഡ് വാഷ് ചെയ്ത് യൂസ് ചെയ്യാവുന്ന സാരിയാണ്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. പ്രത്യേകിച്ചും ഈ ഒരു മൺസൂൺ സീസണിൽ, ഈ ഒരു മഴ സമയത്ത് വളരെ ആപ്റ്റായിട്ട് നമുക്ക് എളുപ്പം കഴുകി വാഷ് ചെയ്ത് ഉണങ്ങുന്ന ഫാബ്രിക്കാണ് സാരി വന്നിരിക്കുന്നത്. സിമ്പിൾ ZERION സ്റ്റൈലിലുള്ള സിമ്പിൾ ബോർഡർ വന്നിട്ട് ബോഡി ഫുൾ ഈ ഒരു സ്റ്റൈലായിരിക്കും വരുന്നത്. നല്ല ഒതുങ്ങിയിരിക്കുന്ന പ്ലീറ്റ്സ് എല്ലാം കേട്ടോ. ലൈറ്റ് വെയിറ്റ് ആണ് സാരിയുടെ മെറ്റീരിയൽ. അതിൽ ഈ ഒരു സ്റ്റൈലിലായിരിക്കും. ഒരു ഫിഗർ മോട്ടീവ്സ് വരുന്നുണ്ട്, ആനിമൽ മോട്ടീവ്സ് വരുന്നുണ്ട്, ഫ്ലോറൽ ഡിസൈൻസ് വരുന്നുണ്ട്. ഈ ഒരു ലുക്കിലായിരിക്കും സാരി വരുന്നത്. ഇതിന്റെ മുന്താണി വരുന്നത് ഇതാണ് കേട്ടോ സാരിയുടെ പല്ലു. ഞാൻ ബ്ലൗസ് ഇതിനോട് അറ്റാച്ച്ഡ് ആണ്, പല്ലുവിനോടുകൂടി അറ്റാച്ച്ഡ് ആണ് ബ്ലൗസ്. അത് ഞാൻ കട്ട് ചെയ്തിട്ടില്ല. ഇതാണ് സാരിയുടെ പല്ലു. ബോഡിയും പല്ലുവും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് വരുന്നത്. ഇത് മുന്താണി. ഇത് വരുന്നത് സാരിയുടെ ബ്ലൗസ് ആണ്. ബ്ലൗസിലും ആ ഒരു ഡിസ്ചാർജ് പ്രിന്റ് വന്നിട്ട് ഒരു സിൽവർ ജെറിയിലുള്ള ലൈൻസ് ആണ്. സ്ട്രൈപ്പ് ഡിസൈൻസിലാണ് സാരിയുടെ പല്ലു ബ്ലൗസ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് കളർ നല്ലൊരു ഗ്രീൻ ആണ് സാരി വന്നിരിക്കുന്നത്. ആ ഒരു ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ്. ബേബി പിങ്ക്, ഗ്രീൻ, അങ്ങനെ ഒരു മൾട്ടി കളറിലായിരിക്കും ബോഡിയിൽ ആ ഒരു ഡിസൈൻസ് വരുന്നത്. ഫാബ്രിക് സെയിം തന്നെ, ഡിസൈൻ സെയിം തന്നെ, കളേഴ്സ് മാത്രമേ മാറി വരുന്നുള്ളൂ. ഇതിൽ ഗ്രീൻ ആയിരിക്കും ആ ഒരു ബോർഡർ വരുന്നത്. ZERION സ്റ്റൈലിൽ ഗ്രീൻ ബോർഡർ. പല്ലു ആണ് കേട്ടോ ഈ ഒരു പാറ്റേൺ വരുന്നത്. ഇത് മുന്താണിയാണ്. പ്ലെയിൻ വരുന്നത് ബ്ലൗസ്.
അടുത്ത കളർ നല്ലൊരു ലാവൻഡർ ആണ് സാരിയുടെ ഷെയ്ഡ് വന്നിരിക്കുന്നത്. സെയിം സ്റ്റൈൽ ഡിസൈൻ ആൻഡ് പല്ലു. അടുത്ത കളർ ഒരു ബ്ലെൻഡഡ് ടോൺ ആണ് വന്നിരിക്കുന്നത്. എനിക്ക് എക്സാക്ട് ഒരു കളർ പറയാനില്ല കേട്ടോ. ഇതിൽ ലാവൻഡർ വന്നിട്ടുണ്ട്, പേർപ്പിൾ വന്നിട്ടുണ്ട്, ഒരു ചോക്ലേറ്റ് മിൽക്ക് ഷേക്കിന്റെ എല്ലാം ഒരു കളർ ഉണ്ടല്ലോ അതും വന്നിട്ടുണ്ട്. എല്ലാം കൂടി ഉള്ള ഒരു ബ്ലെൻഡഡ് ഷെയ്ഡാണ് സാരി വന്നിരിക്കുന്നത്. നല്ല കളറാണ്, സെയിം സ്റ്റൈൽ അതേ ആ ഒരു ഡിസൈൻ തന്നെ വരുന്നുണ്ട്. ആ ഒരു ലൈൻസിലാണ്, ഗോൾഡൻ സെറി ലൈൻസിലായിരിക്കും സാരിയുടെ ബ്ലൗസ് വരുന്നത്. സാരിയുടെ മുന്താണിയും ബോഡിയും ഈ ഒരു പാറ്റേണിൽ വരും. നെക്സ്റ്റ് കളർ നല്ലൊരു ഓഷ്യൻ ഗ്രീൻ ആണ്, അക്വാ ഗ്രീൻ ആണ് സാരിയുടെ ഷെയ്ഡ് വന്നിരിക്കുന്നത്. സെയിം സ്റ്റൈൽ അതേ പാറ്റേണിൽ തന്നെ ആയിരിക്കും സാരിയിൽ ആ ഒരു ഡിസൈൻസ് വന്നിട്ട്. എല്ലാ സാരിയിലും ഒരു സെറിയിലുള്ള ലൈൻസ് ഉണ്ട് കേട്ടോ. ഹൊറിസോണ്ടൽ ആയിട്ട് ലൈൻ പാറ്റേൺസ് വന്നിട്ടുണ്ട്, ഗോൾഡൻ സെറി ലൈൻസ് വന്നിട്ടുണ്ട്. ഞാനത് പറയാൻ വിട്ടുപോയതാണ്. ബോഡി കംപ്ലീറ്റ് ഹൊറിസോണ്ടൽ ആയിട്ട് ലൈൻസ് വന്നിട്ട് അതിലാണ് ഈ ഒരു ഫ്ലോറൽ ഡിസൈൻസും ഫിഗർ മോട്ടീവ്സിലും വരുന്നത്. ബോഡി ഡബിൾ സൈഡിലും ആ ഒരു സെറി വൺ സ്റ്റൈലുള്ള ബോർഡർ, ആ ഒരു സെറി വൺ ലൈനിൽ തന്നെയായിരിക്കും സാരിയുടെ ബ്ലൗസും വരുന്നത്. നെക്സ്റ്റ് കളർ വീണ്ടും ഒരു ലൈലാക് ബ്ലെൻഡഡ് ലാവൻഡർ ആണ് സാരിയുടെ ആ ഒരു ഷെയ്ഡ് വന്നിരിക്കുന്നത്. സെയിം സ്റ്റൈൽ തന്നെ ആയിരിക്കും, ബോഡി എല്ലാം സെയിം പാറ്റേൺ, മുന്താണി ആ ഒരു ഗോൾഡൻ സെറി ലൈൻസിലായിരിക്കും. ഇത് സാരിയുടെ ബ്ലൗസ് ആണ് കേട്ടോ. ഈ ഒരു പാറ്റേണിലാണ് ബ്ലൗസ് വരുന്നത്. ഇതാണ് പല്ലു വരുന്നത്. ബോഡിയും മുന്താണിയും ഏകദേശം ഒരേ സ്റ്റൈലിൽ തന്നെയാണ് വരുന്നത്. ഇതാണ് ഓവറോൾ ലുക്ക് വരിക സാരി. അടുത്ത കളർ പറയുകയാണെങ്കിൽ ഒരു മൗവ് ബ്ലെൻഡഡ് പേർപ്പിൾ ആണ്. പേർപ്പിൾ ലാവൻഡർ മൗവ് എല്ലാം കൂടി ബ്ലെൻഡഡ് ആണ് സാരിയുടെ ഷെയ്ഡ് വന്നിരിക്കുന്നത്. ബോർഡർ വന്നിരിക്കുന്നത് അതേ പാറ്റേൺ, ബ്ലൗസ് വിത്ത് റണ്ണിങ് പല്ലു. ലാസ്റ്റ് സാരി കേട്ടോ. ഇത് വരുന്നത് നല്ലൊരു ഗ്രീൻ ആണ് സാരിയിൽ, ആ ഒരു പ്രോമിനൻസി കൂടുതൽ ഗ്രീൻ ആണ്. സെയിം അതേ പാറ്റേണിൽ തന്നെ ആയിരിക്കും ബോഡി, മുന്താണി ആൻഡ് ബ്ലൗസ്.